ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇനി അടുത്ത വീഡിയോ. അപ്പോൾ ക്രിസ്മസ് സീരീസിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ കൂടുതൽ നമ്പർ ഓഫ് ഐറ്റംസ് കാണിക്കണം എന്നുണ്ട്, ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിൽ. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്തപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി. എനിക്ക് പല പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയതാണ്. എന്തായാലും പറ്റുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, ചേച്ചി അത് കാണിക്കാമോ, ഇത് കാണിക്കാമോ, ആ കേക്ക്, ഈ പുഡിങ്. പക്ഷേ എല്ലാം കൂടി നമുക്ക് ഇപ്പോൾ നടക്കില്ലല്ലോ, ഈ സമയക്കുറവുണ്ട്. പറ്റുന്ന പോലെയൊക്കെ മാക്സിമം ചെയ്യാം. പിന്നെ ഇനിയും ക്രിസ്മസുകൾ വരാനുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കാം പല പല ന്യൂ ഐറ്റംസ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് സീരീസ് സ്പെഷ്യൽ ഒരു പുഡിങ്ങാണ്. ഇതൊരു കേക്കാണോ എന്ന് വെച്ചാൽ കേക്ക് കം പുഡിങ്ങാണ് കേട്ടോ. ഇതൊരു കേക്കാണ്, പക്ഷേ ഒരു ഡിസേർട്ടായിട്ടാണ് ഇത് കഴിക്കുന്നത്. സ്റ്റിക്കി ടോഫി പുഡിങ് എന്നാണ് എൻ്റെ പേര്. ഇത് ബ്രിട്ടീഷുകാരുടെ ഫേവററ്റ് ഡിസേർട്ടാണ്. ആക്ച്വലി പറഞ്ഞാൽ ഞാനിത് വർഷങ്ങൾക്ക് മുന്നേ മാജിക് അവനിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റിക്കി ടോഫി പുഡിംഗ് എന്ന് പറഞ്ഞാൽ വിദേശികൾക്ക് വളരെ ഫെമിലിയറാണ്. പിന്നെ എൻ്റെ ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ സണ്ണിലോ അശ്വിനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ക്രിസ്മസിന് മാഞ്ചസ്റ്ററിൽ അശ്വിനാണ്, അതായത് സ്റ്റിക്കി ടോഫി പുഡിംഗ് ഒരു ഐറ്റം ആയിരിക്കും ക്രിസ്മസ് ലഞ്ചിന്. അതിൽ അശ്വിനാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്ന ആൾ എല്ലാ വർഷവും. അപ്പോൾ ഈ ഒരു റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്, സ്റ്റിക്കി ടോഫി പുഡിംഗ്. അശ്വിൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും, ഫാമിലി മെമ്പേഴ്സിന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്യാമള ചേച്ചിയുടെ എല്ലാ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഇഷ്ടമാണ് ഈ സ്റ്റിക്കി ടോഫി പുഡിങ് അശ്വിനുണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്, ഇത് ഡേറ്റ്സ് ചേർന്ന് വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഡേറ്റ്സ് ഒരു 1.25 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് ബോയിലിംഗ് വാട്ടർ ഒഴിച്ച് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം കുതിരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അത് ഒന്ന് വേവിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 1.25 കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്കാണ് 1 കപ്പ് ബോയിലിംഗ് വാട്ടർ. ഇത് 1 കപ്പുണ്ട് കറക്റ്റായിട്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് വേവിച്ച് എടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇതേ നോക്കി, ഇത് കുതിർന്നിട്ടുണ്ട്. 20 മിനിറ്റ്സിൻ്റെ കുതിരലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1 കപ്പ് വെള്ളത്തോടു കൂടി തന്നെ ആ വെള്ളത്തോടു കൂടി പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് 10 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ശരിക്കും നന്നായിട്ട് വേകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പൂണോ തവിയോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ഒരു പേസ്റ്റി ആക്കി എടുക്കുക. ഇച്ചിരി കഷ്ണമൊക്കെ അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. എന്നാലും കൂടുതലും പേസ്റ്റി ആക്കി മാറ്റിയെടുക്കണം. 1 ടീസ്പൂൺ സോഡാപ്പൊടി, ദാറ്റ് ഈസ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടാണ് ഇത് 10 മിനിറ്റ് വേവിക്കേണ്ടത്. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് തുടങ്ങി. ഇത് നോക്കിയേ, ആ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. പതഞ്ഞ് വരും നോക്കി. യെസ്, 10 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് വേകും. അപ്പോൾ ഇതുപോലെ തടി കൊണ്ട് ഉടച്ചു കൊടുക്കണം. ഏകദേശം 10 മിനിറ്റ്സ് ആകാറായി. നമ്മുടെ ഡേറ്റ്സ് എല്ലാം നന്നായിട്ട് വന്നു. ഇതിൻ്റെ കളർ നോക്കി, നല്ല ഡാർക്ക് ബ്രൗൺ കളറായി കഴിഞ്ഞു. ആ സോഡാപ്പൊടിയും കൂടി ചേർത്ത് വേവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നല്ലതായിട്ട് വെന്ത മാഷായി കിട്ടിയിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളുണ്ടാവും, അത്രേ ഉള്ളൂ. ഇതൊന്ന് തണുക്കട്ടെ, ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സ്റ്റിക്കി ടോഫി പുഡിങ്ങിൻ്റെ മിക്സിങ് ആരംഭിക്കാം. അതിൻ്റെ ബാറ്റർ മിക്സിങ് ആദ്യം റൂം ടെമ്പറേച്ചറിൽ ഒരു 100 ഗ്രാംസ് ബട്ടർ, ഉപ്പില്ലാത്ത വെണ്ണ, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ, ഇതൊരു 3/4 കപ്പ് ബ്രൗൺ ഷുഗർ. ഇനി ഇത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയും ഫൈൻ പൗഡർ പോലെ തന്നെയാണ്, ഏകദേശം ചെറിയ തരിയാണ്. കേക്കിന് ഒരുപാട് ഓവർ മധുരം ആവശ്യമില്ല, കാര്യം ഇത് നമ്മൾ ടോഫി സോസിനോടൊപ്പം കഴിക്കുന്നൊരു കേക്കാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് മതിയാകും. 3/4 കപ്പ് ബ്രൗൺ ഷുഗർ. ഇത് നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് റെഡിയാക്കി എടുത്തിട്ട് മുട്ട 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ചേർക്കുക. ഒരെണ്ണം ഇടുക, എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാൻ, ഒരുപാട് ഓവർ ബീറ്റിങ് വേണ്ട. ഇതുമായിട്ടൊന്ന് യോജിക്കാനുള്ള അത്രയും ബീറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് പെട്ടെന്ന് 2 ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാവിട്ട് തുടങ്ങുന്നത്. മാവ് ഒന്ന് ഇടഞ്ഞ് വയ്ക്കണം. കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് ഇടഞ്ഞ് മീൻസ് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അരിപ്പയിലൂടെ ഇടഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ഹാൻഡ് ബ്ലെൻഡർ, ഇങ്ങനത്തെ ഇലക്ട്രിക് ബ്ലെൻഡർ ഇല്ലാത്തവരെന്ത് ചെയ്യും? ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, തടി കൊണ്ട് ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം തന്നെ ചെയ്യാം. ഞാൻ കുറച്ചുകൂടി സ്പീഡിൽ കാര്യം നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നേ ഉള്ളൂ. നമ്മൾ തടി മറ്റു കാര്യങ്ങൾ ഹാൻഡ് വിസ്കൊക്കെ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ടൈം എടുക്കും, പക്ഷേ റിസൾട്ട് കിട്ടും, പ്രശ്നമൊന്നുമില്ല. ഏതാണ്ട് മിക്സായി കഴിഞ്ഞു. ഇനി മുട്ട ആദ്യം ഒരെണ്ണം, ഇനി രണ്ടാമത്തെ മുട്ട,
അപ്പോൾ 1.5 കപ്പ് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഈ ഒരു കുട്ടി വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പകുതി അങ്ങനെയാണ് ചേർക്കാം. വീണ്ടും ചെറുതായിട്ടൊന്ന്. അപ്പോൾ മാവിൻ്റെ പകുതി ചേർത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലതായിട്ട് തണുത്തു. ഡേറ്റ്സ് വേവിച്ചെടുത്ത മിശ്രിതം നല്ല ഡാർക്ക് കളർ. ഓക്കെ, ഇനി വീണ്ടും ചെറുതായിട്ടൊന്ന് ഈ ബീറ്റർ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹാൻഡ് ബ്ലെൻഡർ മാറ്റാം. എന്നിട്ട് തടിത്തവി എടുക്കാം. ഇനി തടിത്തവി കൊണ്ടുള്ള മിക്സിങ് മതി. ഇനി ബാക്കിയിരിക്കുന്ന മാവും കൂടി ചേർക്കാം. അപ്പോൾ ടോട്ടൽ 1.5 കപ്പ് മൈദാമാവ്. അപ്പോൾ ഇതിൽ സോഡാപ്പൊടിയും ഉണ്ട്, ബേക്കിംഗ് പൗഡറും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചേർന്ന് കഴിഞ്ഞു. ഏതാണ്ട് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ മിക്സ് പോലെ ഉണ്ട് കളർ നോക്കുമ്പോൾ. ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അങ്ങനെ സ്റ്റിക്കി ടോഫി പുഡിങ്ങിൻ്റെ കേക്ക് ബാറ്റർ റെഡി. അതല്ല, ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ബാറ്റർ മാതിരിയുണ്ട്. പിന്നെ സ്പ്രിംഗ് ഫോം പാനിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഡിറ്റാച്ചബിൾ ടൈപ്പ് എളുപ്പത്തിന് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പുഡിംഗ് ഡിഷിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ മിൽക്ക് കേക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെ ഒരു സ്ക്വയറോ റൗണ്ടോ റെക്റ്റാങ്കിളോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ റൗണ്ട് 8 ഇഞ്ചിൻ്റെ പാനാണ്. ഇതിനകത്ത് എണ്ണ തടവിയിട്ടുണ്ട്, പിന്നെ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്, കുറച്ച് മൈദ മാവ് തൂവിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനാണ് പ്രിപ്പയർഡ് പാൻ എന്ന് പറയുന്നത്. പ്രിപ്പയർഡ് കേക്ക് ടിൻ അതിനകത്തേക്ക് മാറ്റാം. പിന്നെ ഓവൻ ഞാനിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 170 ഒരു 10 മിനിറ്റ് വച്ചിരിക്കുകയാണ്. എണ്ണ തടവി ബട്ടർ പേപ്പർ ഇട്ടു, ചുറ്റും ഓയിലുണ്ട്. അതിൽ ഞാൻ മൈദ മാവും സ്പ്രിങ്കിൾ ചെയ്ത് എക്സസ് തട്ടിക്കളഞ്ഞാണ്. കേക്കിൻ്റെ പാറ്റേണിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കോളൂ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ മനോഹരമായ ചോക്ലേറ്റ് കളർ കിട്ടിയിരിക്കുന്നത് ഡേറ്റ്സിൻ്റെ ആ ഒരു കുക്കിംഗ് പാർട്ടിൽ വരുന്ന ഒരു ചേഞ്ചാണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി ചേർത്തിട്ടല്ലേ വേവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കളർ വരും. കംപ്ലീറ്റ് ബാറ്ററും ടിന്നിലേക്ക് മാറ്റി കഴിഞ്ഞു. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നടുക്ക് ഭാഗം ഇങ്ങനെ കുറച്ച് കുഴിയാക്കിയിട്ട് മാവ് സൈഡ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈവനായിട്ട് കേക്കിൻ്റെ ഷേപ്പ് കിട്ടും. ലെവൽ ചെയ്ത് നടുക്ക് ഭാഗത്തേക്ക് ഒരുപോലെ ലെവൽ ചെയ്യാതെ ഇങ്ങനെ ചെയ്താൽ മതി. ഇതായിരിക്കും എപ്പോഴും നല്ലത്. ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അത് ലെവലാകും. അപ്പോൾ നമ്മൾ വീണ്ടും എന്താ ചെയ്യേണ്ടേ, ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി വയ്ക്കാം. കുറച്ചൊന്ന്, ഒരുപാടല്ല, ചെറുതായിട്ടൊന്ന്. ഈ ഭാഗം ഇച്ചിരി കൂടെ താന്നിരിക്കുന്നതായിരിക്കും നല്ലത്. ഓവൻ പ്രീ ഹീറ്റായി കഴിഞ്ഞു. ബെല്ല് കിട്ടും. ഇനി വയ്ക്കാം. ഇതിപ്പോൾ മേളിലും താഴെയും കോയിൽ വർക്കിംഗ് ആണ്. ഞാനൊരു 35 to 40 മിനിറ്റ്സ് ആണ് വേണ്ടി വരിക. ഇപ്പോൾ ഒരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ട് ടൈമർ. 170 ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതൊരു കാര്യം. അപ്പോൾ ഈ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സോസ് ഉണ്ടാക്കാം. അതായത് സ്റ്റിക്കി ടോഫി പുഡിംഗ് എന്ന് പറയുമ്പോൾ ആ കേക്ക് പാർട്ട് കഴിഞ്ഞു. ഇനി അതിനകത്തേക്ക് ഒഴിക്കുന്ന ഒരു ടോഫി സോസാണ്. ആ ടോഫി സോസും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റാണ്. ശരിക്കും ഇച്ചിരി നേരം കൂടെ കഴിയട്ടെ. കാര്യം നല്ല ചൂടായിട്ട് ആ ടോഫി സോസ് ഒഴിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി എളുപ്പം കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് പാത്രമൊക്കെ ഒന്ന് കഴിയട്ടെ. 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി കൊടുത്തു കേട്ടോ. 45 മിനിറ്റ്സിലിരിക്കുകയാണ്. അതിനകത്തൊരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ബോട്ടം പാർട്ട് മാത്രമാക്കി ടോപ്പ് കട്ട് ചെയ്തു. ടോപ്പ് കോയിൽ ഇപ്പോൾ രണ്ട് മുകളിലും താഴെയുള്ള കോയിലിൽ ഒരു 15 മിനിറ്റ് ആയിട്ട് ഇരിക്കുന്നു. ആകാറായി. പക്ഷേ ഈ സമയം നമുക്ക് എന്താ ചെയ്യാം, ടോഫി സോസ് തയ്യാറാക്കാം. സ്റ്റിക്കി ടോഫി. 2 കപ്പ് ബ്രൗൺ ഷുഗർ, 1.5 കപ്പ് ഫ്രഷ് ക്രീം, അതിൻ്റെ കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പ് ബ്രൗൺ ഷുഗർ. ഇനി അതിനകത്തേക്ക് ഫ്രഷ് ക്രീം.
ഇത് വിപ്പിംഗ് ക്രീമല്ല, ഫ്രഷ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഡയറിയാണ് ഉപയോഗിക്കേണ്ടത്, ഡയറി ക്രീം. അപ്പോൾ ഡയറി വിപ്പിംഗ് ക്രീം കിട്ടും, അത് വാങ്ങിച്ചാലും മതി. ഇത് 1/2 കപ്പ്, അങ്ങനെ 1.5 കപ്പ്. ഈ ചെറിയ പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ എന്താ പറയുക, നെസ്ലെ അമൂലിൻ്റെ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ, ഫ്രഷ് ക്രീം വാങ്ങുകയാണെങ്കിൽ 250 ml ഒരു ടെട്രാ പാക്കാണെങ്കിൽ 1 കപ്പാണ്. ഞാൻ ഉപയോഗിക്കുന്നത് എത്ര ml കപ്പാന്ന് വെച്ചാൽ 240 ml ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് 1 കപ്പ് കറക്റ്റാണ്. ഒരു 250 ഗ്രാമിൻ്റെ അമൂൽ ഫ്രഷ് ക്രീം. ഇതിപ്പോൾ 1.5, അതുപോലത്തെ 2 പാക്കറ്റ്, 1.5 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കാം. 4 ടേബിൾ സ്പൂൺ ബട്ടർ കഴിഞ്ഞു. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി കിടന്നിട്ടൊന്ന് മെൽറ്റാവും. അത് കഴിഞ്ഞൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മെൽറ്റ് ചെയ്ത് തുടങ്ങും. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിങ്ങനെ ബോയിൽ ചെയ്യണം. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ, തീ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് അലിഞ്ഞു വരുന്നുണ്ടോ. ഇനി ഇതൊരു ബോയിലിംഗ് പോയിൻ്റ്, അതായത് ഇങ്ങനെ ഉരുകി കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് ഒരല്പ സമയം കൂടി 2-3 മിനിറ്റും കൂടി ചെറിയ തീയിലിട്ട് തിളപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇനി വെണ്ണയാണ് ഉരുകാനുള്ളത്. നോക്കി, ക്രീമും ബ്രൗൺ ഷുഗറും എല്ലാം മിക്സായി മെൽറ്റായി, എല്ലാം ഓക്കെ ആയി. ഏതാണ്ട് ബട്ടറെല്ലാം മെൽറ്റായി കഴിഞ്ഞിരിക്കുന്നു ഓൾമോസ്റ്റ്. കേക്ക് ഈസ് റെഡി. നോക്കിയേ, ചെറുതായിട്ടൊന്നിങ്ങനെ വെടിച്ച് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് എന്താ വെച്ചാൽ അകത്തേക്ക് ഹോൾസ് ഇട്ടിട്ട് നമ്മുടെ ടോഫി സോസ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ക്രസ്റ്റ് ചെറുതായി ഒന്ന് മാറ്റിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഈസിയായി കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ടോഫി സോസിൻ്റെ കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഏതാണ്ട് ബോയിലിംഗ് പോയിൻ്റ് എത്തിക്കഴിഞ്ഞു. ഒരു തിള വരട്ടെ, എന്നിട്ട് തീ കുറയ്ക്കാം. തിളച്ച് തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ടോ. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഇങ്ങനെ തിളപ്പിക്കാം. തീ കുറയ്ക്കാൻ പോണു. ഇത്ര നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരുന്നു, പെട്ടെന്നാകും കേട്ടോ. ഇനി ലോ ഫ്ലെയിം. ഇപ്പം തന്നെ നല്ല തിക്കാണ്, അത്യാവശ്യം തിക്ക്, ഒരുപാട് ഓവർ തിക്കല്ല. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകുന്ന പോലെയാകും. എളുപ്പമല്ലേ ടോഫി സോസ് ഈ രീതിയിൽ ചെയ്യാൻ, ഈസി, ഭയങ്കര ടേസ്റ്റാണ്, യമ്മി യമ്മി. നല്ലൊരു കാരമൽ കളറാണ് നമ്മുടെ ടോഫി സോസിന്. ഈ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്, ഈ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി മതി, തീ ഓഫ് ചെയ്യാൻ പോകുന്നു. 2-3 മിനിറ്റും കൂടി ചെറിയ രീതിയിലാണെന്ന് തിളച്ചു. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞു. യെസ്, അങ്ങനെ ആഹാ, നല്ല രുചികരമായ ടോഫി സോസ് ഈസ് റെഡി. അപ്പോൾ സ്റ്റിക്കി ടോഫി, ഇതിൻ്റെ കേക്ക് റെഡി, ടോഫി റെഡി, ടോഫി സോസ്, സ്റ്റിക്കി ടോഫി പുഡിംഗ് ഇപ്പോൾ റെഡിയാകും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനെ ഒന്ന് കമഴ്ത്തിയിടാം. ഇറ്റ്സ് വെരി ഹോട്ട്. പെർഫെക്റ്റ്ലി ഡൺ. നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, ഓക്കെയാണ്. ഈ ഭാഗത്തൊന്ന് ചൂട് പോയിക്കോട്ടെ. ടോഫി സോസ് ഇതിലേക്ക് ഞാൻ മാറ്റാണ്. ഇതിൻ്റെ ഒരു പകുതിയോളം നമ്മൾ കേക്കിൽ ഇൻഫ്യൂസ് ചെയ്യും, ബാക്കി പകുതി സോസായിട്ട് തന്നെ വയ്ക്കും. സെർവിങ് ടൈമിൽ എക്സ്ട്രാ സോസ് ഒഴിച്ചിട്ട് ഓരോരുത്തർക്കായിട്ട് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇതൊരു പാത്രം എടുത്തു. ഓക്കെ, ഇതിനകത്ത് സെറ്റ് ചെയ്യാം. നമ്മുടെ കേക്കിനെ ഞാൻ തിരിച്ചിരുന്നു. വീണ്ടും ക്രസ്റ്റ് ചെയ്യണം. ആ ക്രസ്റ്റി പാർട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നല്ല ചൂടാട്ടോ, ഇറ്റ്സ് വെരി വെരി ഹോട്ട്. എനിക്ക് യാതൊരു ക്ഷമയുമില്ല എന്നെനിക്ക് തോന്നുന്നു. ഒരുപാട് വേണ്ട, ആ ക്രസ്റ്റി ആയിട്ടുള്ളൊരു ഭാഗം മാത്രം. കണ്ടു കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് കേക്ക് പോലെ ഇരിക്കുന്നത്. കളറില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗൺ ഷുഗറിൻ്റെ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു കേക്കിൻ്റെ കളർ. ഓക്കെ, ഇപ്പോൾ കുറച്ച് അത്യാവശ്യം നമുക്ക് അതിനകത്തേക്ക് കയറി പോകാനുള്ള
ഹോൾസൊക്കെ ഉണ്ട്. കുറച്ചുകൂടി സോഫ്റ്ററായിട്ടുള്ള ഒരു പ്രതലം നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നേരെ ഈ പാത്രത്തിലേക്ക് മാറ്റും. ഇനി ഇതിനകത്ത് ഇഷ്ടംപോലെ ഹോൾസ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അതാ ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ വെടിച്ച് വന്നിരിക്കുന്നത് നമുക്ക് ഗുണമാണ്, ഉള്ളിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് ഈസിയാണ്. ഇതിപ്പോൾ ഭയങ്കര ചൂടോടുകൂടിയാണ് ഞാനിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഇളകിയൊക്കെ വരും പൊടിയുന്ന പോലെ. ഇച്ചിരി ഒന്ന് തണുത്തിട്ട് ചെയ്താലും മതി കേട്ടോ. ഈ ഹോൾ വഴിയാണ് ഉള്ളിലേക്ക് ഇനി സോസ് പോകാൻ പോണത്. കുറച്ചുകൂടി ബിഗറായിട്ടുള്ള ഹോൾസും നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇടാം. ഓക്കെ, എല്ലാം കൂടെ പൊടിഞ്ഞു പോകേണ്ടിരുന്നു, ചൂടായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി സോസ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ചൂട് ഹോട്ട് സോസ്, ടോഫി സോസ്. കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് കൊടുത്താൽ ഇത് അകത്തേക്ക് പോയിക്കോളും. നമ്മൾ ഒഴിച്ചിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. അങ്ങനെ ഈ ഹോളിലൂടെയെല്ലാം ഉള്ളിലേക്ക് പോകും. ഇങ്ങനെ തന്നെ അലങ്കരിച്ച് നമുക്ക് ടേബിളിൽ കൊണ്ട് വയ്ക്കാം. എന്നിട്ട് സമയമാകുമ്പോൾ ഇതിൽ നിന്നും കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ സോസ് ഒഴിച്ചിട്ട് കൊടുക്കാം. ഈ സോസ് ഇങ്ങനെ കയ്യിലൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാണ് സ്റ്റിക്കി ടോഫി പുഡിംഗ് എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ. പകുതിയോളം സോസ് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞു ഓൾമോസ്റ്റ്. അപ്പോൾ ഇൻഫ്യൂസ്ഡ് ആവാനുള്ള സോസാണ് ഇതെല്ലാം. ആ ഹോൾസിലൂടെ ഉള്ളിലേക്ക് പൊട്ടേ എല്ലാം പൊട്ടെ. ഇച്ചിരി സമയം ഇതിനെ വെറുതെ വിടാം. ഓക്കെ, സോസ് കുറച്ച് തിക്കായതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്ത് ഉള്ളിലേക്ക് പോകുന്നത്. വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ, നമ്മുടെ ലിക്വിഡ് ആണെങ്കിൽ പെട്ടെന്ന് ഉള്ളിലേക്ക് കടന്നു കയറും. പിന്നെ അത്യാവശ്യം ഡെൻസാണ് കേക്ക്, അല്ലാണ്ട് നമ്മുടെ സ്പഞ്ച് പോലെ അല്ലല്ലോ, വ്യത്യാസമുണ്ട് ടെക്സ്ചർ വൈസ്. ആ ഒരു വ്യത്യാസത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും, അത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ് റെഡി. അങ്ങനെ നമ്മുടെ സ്റ്റിക്കി ടോഫി പുഡിംഗ് ചൂടാണ് എങ്കിലും കുറച്ചായിട്ട് തണുത്ത് വരുന്നു. ഇത് ഭംഗിയല്ലേ കാണാനും. ഇത് കട്ട് ചെയ്ത് ആണ് സെർവ് ചെയ്യേണ്ടത്. പിന്നെ ഇത്രയും സോസ്, പകുതി സോസോളം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞു, പകുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ കൊടുക്കണം. ഓക്കെ, ഒഴിച്ചു കൊടുക്കണം. ഇത് നോക്കി ഞാൻ ഇളക്കി മാറ്റിയ ഭാഗം ക്രസ്റ്റ്, അതിലിച്ചിരി സോസ് മുക്കി കളയാതിരിക്കാൻ വേണ്ടി ക്രസ്റ്റിലും കൂടെ തേക്കുക. ഇത് കഴിക്കാൻ പോകും. ഫസ്റ്റ് സാമ്പിളിങ്. ഇനി കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് കട്ടാവുന്നുണ്ടോ? കുറച്ച് ആ ഹോളിൽ കൂടെ എല്ലാം ഇച്ചിരി അകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് മുകളിലേക്ക് എക്സ്ട്രാ സോസ് ഒഴിക്കും. അപ്പോൾ കഴിക്കുന്ന ഒരാൾക്ക് ആ സോസിലിങ്ങനെ ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുമല്ലോ. ഭയങ്കര രസകരമായിട്ട് കഴിക്കാൻ പറ്റും. മോർ ദാൻ എനഫ്. ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചിരിക്കുന്നു. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? എന്താ രസമല്ലേ? ആ ഒരു ടോഫി സോസിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ സ്റ്റിക്കി ടോഫി കേക്കായി മാറുന്നു, സ്റ്റിക്കി ടോഫി പുഡിങ്ങായിട്ട് മാറുന്നു. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സ്റ്റിക്കി ടോഫി പുഡിങ് ഈസ് റെഡി. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നിങ്ങളുടെ ഒരു ഡിസേർട്ട് ആക്കിക്കോളൂ ക്രിസ്മസ് ഡേയിലെ. ഉച്ചയ്ക്ക് ലഞ്ചിനൊരു ഡിസേർട്ടാകാം, രാത്രി ഡിന്നറിനൊരു ഡിസേർട്ടാകാം. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണിത്. യെസ്, നല്ല സോഫ്റ്റാണ് കേക്ക്, വളരെ സോഫ്റ്റാണ്. വിത്ത് ദ സോസ് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ
ഇതിങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഐസ്ക്രീമും കൂടി വേണം. ഒരു എന്താ പറയുക, ഒരു സ്കൂപ്പ് ഓഫ് ഐസ്ക്രീമും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം. ഇപ്പോൾ ഐസ്ക്രീം ഇല്ല, എനിക്ക് കാണിച്ചു തരാം. നമ്മൾ ചോക്ലേറ്റ് സോസ് വിത്ത് ഐസ്ക്രീം, പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വിത്ത് ഐസ്ക്രീം ഒക്കെ കഴിക്കില്ല, അതുപോലെയാണ്. ഐസ്ക്രീം കൂടെ വന്നാൽ മാത്രമേ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യുള്ളൂ. യമ്മി യമ്മി. ആലോചിച്ച് നോക്കുള്ളൂ. ഇതിൻ്റെ മേളിലൊരു സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം, വാനില പ്ലസ് ദ കേക്ക് ആൻഡ് ദ സോസ്. രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തു. ഇത് ബേക്ക് ചെയ്യാണ്ട് ഇത് വേണമെങ്കിൽ സ്റ്റീമറിൽ, ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് കേക്ക് കാണിച്ചില്ലേ, അതുപോലെ സ്റ്റീം ചെയ്ത് വേണമെങ്കിലും എടുക്കാം, ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവൻ ഇല്ലാത്ത ആൾക്കാർക്ക് സാധാരണ അടുപ്പിൽ വെച്ച് നമ്മൾ ചെയ്യില്ലേ, നോൺ സ്റ്റിക്കിനകത്തോ അല്ലെങ്കിൽ ഒരു ചരുവത്തിനകത്തോ ഇറക്കി വെച്ചിട്ട് സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ, അടുപ്പിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന പോലെ കുക്കറിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചുട്ടെടുക്കാം, സ്റ്റീം ചെയ്യാം, അതുപോലെ ബേക്ക് ചെയ്യാം. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ട്രഡീഷണലി മുട്ട ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇനി മുട്ടയെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് തൈര് ചേർക്കാം. 2 മുട്ടയ്ക്ക് പകരം ഏകദേശം ഒരു 1/2 കപ്പിനടുപ്പിച്ച് അധികം പുളിയില്ലാത്ത തൈര് ചേർത്തുള്ളൂ. അത് ഭയങ്കര വേരിയേഷൻ ആയിരിക്കും, കാര്യം ഇതൊരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് ഡിസേർട്ടാണ്. അത് മുട്ട ചേർത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഏത് കാര്യവും നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇംപ്രൊവൈസേഷൻസാണ്. ഒരു കാര്യത്തിന് അങ്ങനെ വലിയ തീരുമാനങ്ങളും ഒന്നും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു കുറച്ച് വാനില ഐസ്ക്രീമും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ വാനില ഐസ്ക്രീം സ്റ്റോക്ക് ചെയ്യുക, സ്റ്റിക്കി ടോഫി പുഡിങ് ഉണ്ടാക്കുക, ഡിസേർട്ടായിട്ട് സെർവ് ചെയ്യുക ക്രിസ്മസ് ദിവസം. അപ്പോൾ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ വിചാരിക്കേണ്ട ഇനി ഡിസേർട്ട്സ് ആൻഡ് കേക്ക്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് സീരീസിൽ നിന്ന്. ഇനിയും വലിയ വലിയ വിഭവങ്ങളൊക്കെ വരാൻ കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക. കീപ്പ് ഓൺ സപ്പോർട്ടിങ്. കമൻറ്റ്സ് അയക്കാൻ മറക്കണ്ട. ഞാൻ ഒരു പക്ഷേ മറുപടി തരാൻ ഡിലേഡ് ആവുകയാണെങ്കിലും ഞാൻ കാണുന്നുണ്ടാവും ഡെഫിനറ്റ്ലി, പക്ഷേ മറുപടിയും തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്. ലവ് യു ഓൾ.